നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണ്. അപ്പോൾ എല്ലാവരും എന്ത് പറയുന്നു, അതുപോലെ എല്ലാവർക്കും മഴയുണ്ടോ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ, എല്ലാവരും കമൻറ്റ് അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ കുറേ പേര് ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയാമോ? ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഊഞ്ഞാൽ. അപ്പോൾ ഈ ഒരു ഊഞ്ഞാലിനെ ഞാൻ കാണിച്ചിട്ട് നമ്മുടെ പല വീഡിയോയിലും ഇങ്ങനെ ഇത് കാണുന്നുണ്ട് കേട്ടോ, ഈ ഒരു ഊഞ്ഞാൽ. അപ്പോൾ അന്നേരം മുതൽ കുറേ കൂട്ടുകാർ നമ്മളോട് ചോദിക്കുന്നതാണ്, ഈ ഊഞ്ഞാൽ എവിടെ നിന്നാണ് വാങ്ങിയത്, ഇതിന് എത്ര രൂപയായി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഊഞ്ഞാൽ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് മനസ്സിലായി. അപ്പോൾ ഇന്ന് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ്. അപ്പം എല്ലാവരുടെയും സംശയങ്ങൾക്ക് ചെറിയൊരു മറുപടി. പോയാലോ വീഡിയോയിലേക്ക്. നമ്മുടെ ഈ ഒരു ഊഞ്ഞാലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, എനിക്കുണ്ടല്ലോ കുറേ നാളുകളായിട്ട് ഉണ്ടായിരുന്ന വലിയൊരു ആഗ്രഹമായിരുന്നു കേട്ടോ, നമുക്ക് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഇതുപോലെ ഒരു സിങ് മേടിച്ചിടണമെന്ന്. അപ്പോൾ നമ്മൾ ഇതുപോലെ ചെറിയൊരു പൂന്തോട്ടമൊക്കെ അങ്ങ് സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഈ ഒരു സിങ് ഇടാനായിട്ട് കണക്കിനുള്ളൊരു ചെറിയൊരു ഗ്യാപ്പ് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അന്നേരം മുതൽ മനസ്സിൽ വിചാരിക്കുന്നതാണ്, അതായത് നമ്മുടെ വീടിൻ്റെ മതിലിൻ്റെയൊക്കെ പണിയൊക്കെ കഴിഞ്ഞ് മൊത്തത്തിൽ കോമ്പൗണ്ട് ഒന്ന് വൃത്തിയായപ്പോൾ ഇതുപോലെ ഒരെണ്ണം മേടിച്ചിടണം എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ നമ്മൾ ചുമ്മാ ഒരു രസത്തിന് വാങ്ങിയിട്ടതാണ് കേട്ടോ. നമ്മുടെ ഊഞ്ഞാലിൻ്റെ അടുത്തുണ്ടല്ലോ, ഇതുപോലെ നമ്മളൊരു ട്രീയും കൂടെ ഇവിടെ ഉണ്ടായിരുന്നേ. നമ്മുടെ മുന്നേ ഉള്ള വീഡിയോ കണ്ടവർക്കൊക്കെ മനസ്സിലാകും കേട്ടോ. പക്ഷേ ഇപ്പോൾ ഈ മഴ വന്നപ്പോൾ ഭയങ്കര മഴവെള്ളമൊക്കെ വീണ് നമ്മുടെ ഈ മരത്തിൻ്റെ ഈ ഇലകളുണ്ടല്ലോ, അതായത് മഴവെള്ളം വീണ് ഭാരമായിട്ട് ഒടിയാനായിട്ട് വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇതെല്ലാം കട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് കട്ട് ചെയ്യുന്നൊരു വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, കാണാത്തവരൊക്കെ ജസ്റ്റ് ഒന്ന് കയറി കണ്ടു നോക്കുക. അപ്പോൾ ഇപ്പോൾ ഈ മരം ഇവിടുന്ന് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തപ്പോൾ ഈ ഒരു ഊഞ്ഞാലിരിക്കുന്ന ഭാഗത്തുള്ള ഒരു കുറച്ച് ഭംഗി അങ്ങ് നഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അതിന് തളിർത്ത് വരും, അപ്പോഴേക്കും നല്ല അടിപൊളിയാകും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റൊക്കെ ഒന്ന് കുറയട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ്. പിന്നെ ഉണ്ടല്ലോ നമ്മുടെ ഈ ഊഞ്ഞാലിൻ്റെ അടുത്തുള്ള ഈ ഒരു എന്താ പറയുക, യെല്ലോയും ഈ ഒരു കോമ്പിനേഷൻ ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്തതാണ് കേട്ടോ. നമ്മുടെ സ്പൈഡർ പ്ലാന്റും ക്രോട്ടൺ പ്ലാന്റും എല്ലാം കൊണ്ടും സെറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇതെങ്ങനെയുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ നമ്മളിങ്ങനെ ചെയ്തിട്ട്? അപ്പോൾ ഇനി ഞാൻ ഊഞ്ഞാലിനെ വിശദമായിട്ട് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഇനി ഞാൻ ഫുള്ളായിട്ട് നമ്മുടെ ഊഞ്ഞാലിൻ്റെ ആ ഒരു ഇത് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇതുപോലെയാണ് നമ്മുടെ ഊഞ്ഞാലുള്ളത്. ഇത് കണ്ടോ, ഇത് ഇരുമ്പിലാണ് കേട്ടോ നിർമ്മിച്ചേക്കണത്. ഇതിൻ്റെ മുകളിൽ നമുക്ക് മഴയൊന്നും കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു മേൽക്കൂരയും കൂടെ ഉള്ളതാണ് കേട്ടോ നമ്മൾ വാങ്ങിയിട്ടുള്ളത്. ഇത് മേൽക്കൂര ഇല്ലാതെ തന്നെയുണ്ട് കേട്ടോ, അതായത് ഇവിടെ വരെ വരുന്നത്. ഇതില്ലാതെ ഇതുപോലെ ഇത് മാത്രമായിട്ടും ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളതിന് നമുക്ക് റേറ്റ് കുറവാണ്. പക്ഷേ ഇതിനും കൂടെ ഈ മുകളിലും കൂടി ഇത് വന്നത് കൊണ്ടാണ് കേട്ടോ ഇതിന് ഞാൻ ഈ പറയുന്ന റേറ്റ് വന്നിട്ടുണ്ടാവുക. അപ്പം ഇത് കുറേ പേർക്ക് സംശയമായിരുന്നു, ഇത് എന്താ പറയുക, മരമാണോ അല്ലെങ്കിൽ ഇത് ഇരുമ്പാണോ അലുമിനിയാണോ, അങ്ങനെയൊക്കെ കുറേ പേരുടെ സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഫുള്ളും ഇരുമ്പാണ്. പിന്നെ ഇതിൻ്റെ കളറുണ്ടല്ലോ, നമുക്ക് റെഡ് കിട്ടാനുണ്ട്, യെല്ലോ ഉണ്ട്, ഗ്രീനുണ്ട്, അങ്ങനെ ഒത്തിരി നല്ല ഭംഗിയുള്ള കളറുകളുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളറുണ്ടല്ലോ വൈറ്റായിരുന്നേ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മളിങ്ങനെ വൈറ്റ് വാങ്ങി ഇവിടെ ഇട്ടത്. അപ്പം ഞാൻ ഈ ഒരു വീഡിയോ ഇടുമ്പോണ്ടല്ലോ നമ്മുടെ കൂട്ടുകാർക്ക് ഈ ഒരു ഊഞ്ഞാൽ ഇഷ്ടപ്പെട്ടോ, എല്ലാവരുടെയും അഭിപ്രായങ്ങൾ അറിയിക്കാനായിട്ട് ആരും മറക്കരുത്. അപ്പോൾ ഇനി നമ്മൾ ഈ ഊഞ്ഞാൽ ഇത് എവിടെ നിന്നാണ് വാങ്ങിയതെന്നും കൂടെ പറയാവേ. ഇത് ഞാനിവിടെ വാങ്ങിയത് നമ്മുടെ മാനന്തവാടി നമുക്ക് ഫർണിച്ചർ സാധനങ്ങളൊക്കെ വാങ്ങുന്ന ഷോപ്പുണ്ടല്ലോ, അങ്ങനത്തെ ഷോപ്പിൽ നിന്നാണ് കേട്ടോ ഇത് വാങ്ങിയത്. ഞാൻ ഒരു ദിവസം കല്യാണം കൂടാൻ വേണ്ടി പോയി. അപ്പോൾ ആ കല്യാണം കൂടാൻ വേണ്ടി പോയപ്പോൾ ഞാൻ ഇതിങ്ങനെ കണ്ടു വെച്ചു. അപ്പോൾ പിന്നീട് നമ്മളവിടെ പോയിട്ട് വാങ്ങുവാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 16,500, അതായത് 16,500 രൂപയാണ് ഈ ഒരു റേറ്റ്. അപ്പം ഇത് നല്ല സാധനമാണ് കേട്ടോ. നമ്മളിങ്ങനെ ഇതിൽ ഒരു 3 പേർക്ക് ഇരിക്കാവുന്നതാണ്. അപ്പം അത്യാവശ്യം വേണമെങ്കിൽ ജസ്റ്റ് നമുക്ക് ചെറിയൊരു പില്ലോയൊക്കെ വെച്ച് ചെറിയ രീതിയിലൊന്ന് കിടക്കുകയൊക്കെ ചെയ്യാം. അപ്പം എന്തായാലും അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഇതിന് അടുത്തായിട്ട് ഇതിൻ്റെ ഈ മേൽക്കൂരി ഇല്ലാതെ നമുക്ക് ലഭിക്കുന്നതിന് ഞങ്ങളന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ റേറ്റ് 80 ചില്ലറ കേട്ടോ, 9,500 തോന്നുന്നത്. ഇതില്ല കേട്ടോ, ഇതില്ലാതെ. അപ്പോൾ ഇതുള്ളതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം മഴ കൊള്ളാതെ വെയിൽ കൊള്ളാതെയൊക്കെ നമുക്ക് ഇരിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ മേൽക്കൂരി ഉള്ളത് നോക്കിയിട്ട് വാങ്ങിയത്. അതല്ലാതെ ആണെങ്കിൽ ഇവിടെ മുതലുണ്ടാകും, ഇവിടെ നിങ്ങോട് നേരെ ഈ താഴ്ഭാഗത്ത് ഇത്രേ ഉണ്ടാവുള്ളൂ കേട്ടോ, ഇതുണ്ടാവില്ല. പിന്നെ ഉണ്ടല്ലോ നമുക്ക് സ്വന്തമായിട്ടൊക്കെ ഇൻഡസ്ട്രിയൽ വർക്ക് അറിയുന്നവരാണെങ്കിൽ നമുക്ക് ഇതുമാതിരി ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്രയൊന്നും പൈസ വരില്ല, ചെറിയ എന്താ പറയുക റേറ്റിൽ നമുക്കിത് സെറ്റാക്കി എടുക്കാനായിട്ട് പറ്റുമേ. ഈ ഒരു ഊഞ്ഞാലിൻ്റെ ഈ ഒരു പരിസരത്തുണ്ടല്ലോ
എന്നെ കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ ഒരു പിന്നെ എന്താ പറയുക ചെടികളൊക്കെ വെച്ച് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ഈ ഒരു വീഡിയോ കാണുമുണ്ടല്ലോ നമ്മുടെ കൂട്ടുകാർക്ക് ഇതിനോട് ചേർന്നിട്ട് ഇനി നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് എന്ന് കമൻ്റായിട്ട് അറിയിക്കണേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നമ്മൾ ഈ ഊഞ്ഞാലിവിടെ മേടിച്ച് കൊണ്ടുവച്ചത് ഇവിടെ ഞാനൊരു ക്യാപ്സ് ഫ്ലോ ഇവിടെ സൈഡിൽ നട്ടിട്ടുണ്ട്. ഇനി അത് കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ പടർന്ന് കയറി ഇതിൻ്റെ മുകൾ വശത്തോടെ കയറ്റി വിടാനുള്ള ചെറിയൊരു ഐഡിയ കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതല്ലാതെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ കുറച്ചും കൂടെ ഇതിൻ്റെ ചുറ്റും നല്ല ഭംഗിയാക്കാനായിട്ട് എന്തെങ്കിലും ഒരു ഐഡിയ ഉള്ളവരാണെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഇതുണ്ടല്ലോ ഇപ്പം നമ്മുടെ മഴ സമയമായിപ്പോയി, അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നല്ല നമ്മുടെ ബൊഗേൻവില്ലയെല്ലാം ഇങ്ങനെ സൈഡിൽ കൂടെ പൂത്ത് നിൽക്കുമ്പോൾ പിന്നെ ഈ ചെടികളും ഈ ഒരു ഊഞ്ഞാലും എല്ലാം കൂടെ വരുമ്പോഴേക്കും ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഇത് എല്ലാ കൂട്ടുകാരുടെയും, അതായത് കുറേ നാളായിട്ടാണ് ഞാനിങ്ങനെ കമൻറ്റിലൂടെ കാണുന്നുണ്ട് ഇത് എവിടെ നിന്നാണ് വാങ്ങിയത്, ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരാമോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ കണ്ടിട്ട് എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നല്ല അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം. ബൈ.